മറ്റൊരു വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് 12:30-ക്കാണ് യോഗം. ധനവകുപ്പ്, തദ്ദേശ വകുപ്പ് മന്ത്രിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, കോടിക്കണക്കിന് രൂപ ഖജനാവിന് നഷ്ടം വരുത്തിയ വലിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ധനവകുപ്പ് നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളുടെ യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്? ഏത് തരത്തിലുള്ള നടപടികളാണ് ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപനമായി വരാൻ സാധ്യതയുള്ളത്? ഗോപികൃഷ്ണൻ, നിലവിൽ ധനവകുപ്പ് കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ തന്നെ വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയിൽ കൈയിട്ട് വാരിയവർക്കെതിരെ കർശന നടപടി, ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് 12:30-ന് യോഗം ചേരും. ധനവകുപ്പ്, തദ്ദേശ വകുപ്പ് മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. വകുപ്പ് സെക്രട്ടറിമാരും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ യോഗത്തിൽ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് സ്വീകരിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് കണ്ടെത്തി ഇത്ര ഉദ്യോഗസ്ഥരുണ്ട്, ഇതിൽ ഇത്രയധികം പേർക്ക് സാങ്കേതികമായ പ്രശ്നമുണ്ട്, ഇത്രയധികം പേർ മനഃപൂർവ്വം ഇത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഒരുപക്ഷെ ധനമന്ത്രി ഇന്ന് വിവരിച്ചേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി എടുക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടതാണ് മലപ്പുറത്തെ സംഭവം. അവിടെ അടക്കം വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ധനവകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ മറ്റ് കേസുകളിൽ കൂടി, മറ്റ് സംഭവങ്ങളിൽ കൂടി വിജിലൻസ് അന്വേഷണം വേണം. അങ്ങനെ ഒരു പക്ഷേ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായ ഒരു വിജിലൻസ് പരിശോധനയ്ക്കും അന്വേഷണത്തിനും ഇന്ന് മുഖ്യമന്ത്രിയോട് ധനവകുപ്പ് അഭ്യർത്ഥിച്ചേക്കും. ഈ വിഷയത്തിൽ സമഗ്ര പരിശോധന നടത്താൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. തദ്ദേശ ഭരണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഗുണഭോക്താക്കളുടെ പട്ടിക വിലയിരുത്തുക. വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന നടത്താനും തീരുമാനിച്ചിരുന്നു. നിശ്ചയ സമയപരിധി, അർഹതാ മാനദണ്ഡങ്ങൾ വിലയിരുത്താനും ആലോചനയുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് ചേർന്ന ഈ യോഗം നിർണായകമാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ ഒരു പക്ഷേ ധനവകുപ്പിനോട് ആവശ്യപ്പെടാനാണ് സാധ്യത കൂടുതൽ. ഷഫീദ്, കണക്കുകൾ നോക്കുമ്പോൾ 1458 പേരാണ് 1600 രൂപ എന്ന ക്ഷേമ പെൻഷൻ പറ്റിയിട്ടുള്ളത്. അവരൊക്കെ തന്നെ സർവീസിലുള്ളവരാണ്. പിന്നെ അല്ലാതെ സർക്കാരിന്റെ കരാർ ജോലിക്കാരും. ഞാൻ വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇതിനകത്ത് സർക്കാർ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കണമല്ലോ. അതെങ്ങനെ വേണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോഴും ഈ തട്ടിപ്പിന്റെ പൂർണ്ണമായ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടോ? സർക്കാരിന്റെ ഇടപെടലുകൾ സുതാര്യമാണോ? അതായത് ഗോപി, ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് പലതരത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയില് പലതരത്തിലുള്ള അനാപത്ത് ചെലവുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം അതേപോലെയാണ്. IAS-കാരുടെ പെൻഷനോടൊപ്പം വാങ്ങുന്ന ശമ്പളം ഒക്കെ പെടാം. പക്ഷെ ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി വകമാറ്റിയ തുകയിൽ നിന്ന് ആ തുക മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതും സർക്കാർ ഉദ്യോഗസ്ഥരെ. ഇതൊരു ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് ആണ് ഞാൻ കരുതുന്നത്. CAG-യുടെ റിപ്പോർട്ടില് 9000-ൽ ചില്ലുവാനം ആൾക്കാരുടെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പരിശോധനയിൽ കൂടെ തന്നെ ഇത് വ്യക്തമായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ മുന്നിൽ വന്ന ഒരു വിഷയമാണ്. അത് ഇത്രത്തോളം താമസിച്ചത് തന്നെ ഒരു അനാസ്ഥയാണ്. ഇപ്പോ വളരെ എവിഡന്റ് ആയിട്ടൊരു 1400 ചില്ലുവാനം ഉദ്യോഗസ്ഥരുടെ പേര് വന്നിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരോ വ്യക്തികളോ അനർഹമായി കടന്നുകൂടണമെങ്കിൽ തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ 1400 വില്ലേജ് ഓഫീസർമാർ, ചില ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നിലധികം കാണും. എങ്കിലും ഏതാണ്ട് അത്രത്തോളം ഉൾപ്പെട്ടിട്ടുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഗതിയും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വളരെ തുച്ഛമായ ഒരു തുക, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന അത്രയും പോലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നിരിക്കെ ഇത് അനർഹർ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ സ്വഭാവമാണ്. ഗോപികൃഷ്ണൻ ചോദിച്ചതിനുള്ള എന്റെ മറുപടി, സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതാണ് സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം. ജോസഫ് സി മാത്യു, താങ്കൾ ഇപ്പോൾ ഈ 2017 മുതൽ 2020 വരെയുള്ള CNDG റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. ഏതാണ്ട് 3.25 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വകമാറ്റി ചിലവഴിച്ചതിലൂടെ, അല്ലെങ്കിൽ അനർഹരുടെ കൈകളിലേക്ക് പണം എത്തിയതിലൂടെ എന്ന് CNDG കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ CNDG റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ സർക്കാർ എതിർത്തിരുന്നു. അതിലെ പല കാര്യങ്ങളിലും രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കടന്നുകൂടി എന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നതാണ്.
അന്ന് അത് ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ലാപ്സ് കൂടുതലായിട്ടുണ്ടായത്? മാത്രമല്ല, ധനമന്ത്രി പറയുന്ന കണക്കുകളും CNAGയിലെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും തമ്മിലൊരു മിസ്മാച്ചും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി ഇതിലെ തട്ടിപ്പ് വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണോ ഈ മിസ്മാച്ച് സംഭവിക്കുന്നത്? അത് ധനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാണ്. പൂർണ്ണമായി നടത്തിയിട്ടില്ല, ഇതിന്റെ വ്യാപ്തി ഇതിലും വലുതാണെന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു. ഇപ്പൊ വകുപ്പ് തിരിച്ച് നിങ്ങൾ ചോദിച്ചതിന് CNAG നേരത്തെ അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടല്ല CNAG റിപ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അവർ നിലവിലുള്ള കണക്കുകളുടെ അക്കൗണ്ടിങ് പരിശോധിക്കുമ്പോൾ സാമ്പിളിങ്ങിൽ നിന്നാണ് ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ വ്യാപ്തി അതിലും വളരെ വലുതായിരിക്കുമെന്ന് അന്ന് തന്നെ എക്സിക്യൂട്ടീവ് മനസ്സിലാക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് മനസ്സിലാക്കിയില്ല, അല്ലെ മനസ്സിലാക്കിയിട്ട് കണ്ണടച്ചു. ഇപ്പോൾ അത് വളരെ എവിഡന്റ് ആയിട്ട് മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലായിരിക്കും ഇപ്പോഴത് എവിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മള് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയും നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ കണ്ടെത്തിയ നിങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഇത്ര, ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇത്ര എന്നുള്ള കണക്ക് നിങ്ങൾ രേഖപ്പെടുത്തുമ്പം അത് വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഉദ്യോഗസ്ഥരെ സർക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇത് അനർഹമായി ഈ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ 5 നിമിഷം മതി. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്ന കേരളം മുഴുവൻ പരിശോധിക്കണമെങ്കിൽ കൂടുതൽ സമയം എടുക്കുമായിരിക്കും. പക്ഷെ ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ 5 നിമിഷം മതി. അപ്പൊ അങ്ങനെ കണ്ടെത്തിയ 1450 ഉദ്യോഗസ്ഥരുടെ പേരിൽ അവരുടെ വില്ലേജ് ഓഫീസർമാരുടെ പേരിൽ നടപടിയെടുത്താൽ അത് കേരളത്തിലെ ഒരു വ്യാപകമായിട്ട് കേരളം മുഴുവൻ എത്ര വില്ലേജ് ഉണ്ട് കേരളത്തിൽ? അപ്പോൾ അത്ര വലിയൊരു തട്ടിപ്പാണ് ഈ മറനീക്കി വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വിവിധ വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ വകുപ്പിന്റെയും ധനവകുപ്പും മന്ത്രിമാരും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നോക്കാം ഏത് തരത്തിലായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയത്തിന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എന്ത് നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ശ്രീ ജോസഫ് മാത്യു.